ഒരു ഷേമസ് ഫാൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു റോ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. കാരണം നമ്മുടെ ഷേമസ് റിട്ടേൺ ആയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ സോങ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. പഴയ സോങ് എന്ന് പറഞ്ഞാലും പഴയ സോങ്ങിൻ്റെയും പുതിയ സോങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇത് പഴയ സോങ്ങിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗവും അത് പുതിയ സോങ്ങിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം വെച്ചുള്ള ഒരു കോമ്പിനേഷൻ അവിടെ കാണാൻ സാധിച്ചു. എന്തായാലും അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. തീം സോങ് മാത്രമല്ല ഷേമസിൻ്റെ ഫിസിക്കിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഫിസിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതിപ്പം കുറച്ച് തടി കൂടിയിട്ടുണ്ട്. നേരത്തെ അത്രത്തോളം തടിയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും കമ്പാരിറ്റീവ്ലി ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഫേസ് ക്യാരക്ടറുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഷേമസ് ഫേസ് ക്യാരക്ടർ ചെയ്യുന്നത്. അഥവാ ഷേമസ് ഫേസ് ക്യാരക്ടർ ചെയ്താൽ പോലും അവിടെ എവിടെയോ അതായത് ഈ അടുത്ത അവസാന സമയങ്ങളിലൊക്കെ ഷേമസ് ചെറുതായിട്ട് ഫേസ് ക്യാരക്ടർ ചെയ്തിരുന്നു. ആ ഒരു സമയത്തും അവിടെ ചെറിയൊരു ഹീൽ ക്യാരക്ടറിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഷെയ്ഡ് അടിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത് ഫുള്ളി ഒരു നല്ല ഫേസ് ക്യാരക്ടറാണ്. അദ്ദേഹം ഫേസ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫാൻ സപ്പോർട്ടും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോൺട്രിയൽ കാനഡയുടെ കാര്യം പറയേണ്ട, അവരുടെ ഫാൻസ് ഭയങ്കര ലൗഡാണ്. സോ ആ ഒരു ലൗഡ്നെസ് ഇന്ന് ഷേമസിൻ്റെ മാച്ച് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐവാർ ഷേമസ് മാച്ചാണ്. പേഴ്സണലി ആ ഒരു മാച്ച് നോക്കിയാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐവാറിനെ ഇങ്ങനെ ജോബറിനെ പോലെ കാണുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഷേമസ് വരും, അദ്ദേഹത്തിന് ഓപ്പണിംഗ് മാച്ചാണ്, അദ്ദേഹം ഉറപ്പായിട്ട് ജയിക്കുമെന്ന് നമുക്കറിയാം. സോ അവിടേക്ക് ഐവാറിനെ ഇടാതെ മറ്റാരെങ്കിലും ഇടുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത്. സോ ഐവാർ ഒരു നല്ല ടാലൻ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ ഈ സംതിങ് ഉണ്ട് ഐവാറിൻ്റെ, ബട്ട് അത് ഡബ്ല്യു പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഐവാറിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, നമ്മൾ ഷേമസിൻ്റെ കാര്യമാണ്. എന്തായാലും ഷേമസ് ആ ഒരു മാച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെന്ന് പറയാം. സോ ഒരു ടോപ്പ് മാച്ച് ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കും. എന്തായാലും ഒരു റിട്ടേണിന് ശേഷമുള്ള ആദ്യത്തെ മാച്ചാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതി മാത്രം കണ്ടാൽ മതി. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ഷേമസിന് ഏത് രീതിയിൽ പുഷ് കൊടുക്കും അതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സോ ഇപ്പോൾ നമുക്കറിയാം ഡബ്ല്യു കുറേ അധികം ടാലൻസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഇവർക്കെല്ലാം ഒരുപോലെ അവസരം കൊടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഷേമസ് കുറേ നാളായി ഒരു വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആ ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ട് സോ അതിൻ്റെ ഒരു മിഡ് കാർഡിൽ നിന്ന് മാറ്റി ഒരു വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ട്രിപ്പിൾ എച്ച് അത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കാം. അല്ലെങ്കിൽ നല്ല കുറച്ച് സ്റ്റോറി ലൈൻസ് അദ്ദേഹത്തിന് കൊടുക്കണം. അത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സൈഡിലേക്ക് പോയില്ലെങ്കിലും നല്ല സ്റ്റോറി ലൈൻസ് ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. സോ അതെങ്കിലും ഷേമസിന് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അദ്ദേഹം വളരെയധികം ടാലൻ്റാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഷേമസിൻ്റെ ഇനിയുള്ള ഡബ്ല്യു ഭാവി എന്തായിരിക്കുമെന്ന്.